ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും പുതിയ എവിക്ഷൻ പ്രൊമോ വന്നിട്ടുണ്ട്. 8 പേരാണ് എവിക്ഷനിലുള്ളത്. ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, ഈ 8 പേരിൽ ആരാണ് സേവ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്? എൻ്റെ ആഗ്രഹം ഷാനവാസ് സേവ് ആവണമെന്നാണ്. കാരണം അയാൾ ഒരുപാട് ഡിസർവിങ് ആണ്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വന്തം ഹെൽത്ത് കണ്ടീഷനും എല്ലാം വെച്ച് കളിക്കുന്ന ഒരു നല്ല പ്ലെയർ തന്നെയാണ്. തമിഴ് മൂവിയിലൊക്കെ വില്ലനായിട്ട് ആക്ട് ചെയ്യാൻ നല്ലൊരു ഭാവിയുള്ള നടന എന്നൊക്കെ പറയുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനീഷ് തന്നല്ലേ ഷാനവാസിനെ നോമിനേഷനിലേക്ക് പറഞ്ഞതും? അതേ ലാലേട്ട, ഞാൻ തന്നെയാണ് പറഞ്ഞത്. എങ്കിലും എൻ്റെ ഉള്ളിൽ അയാൾ സേവായി ഇവിടെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്. പെൺകുട്ടികളോട് മോശമായി സംസാരിച്ചതിൻ്റെയും ഹൗസിൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ പേരിനാണ് നോമിനേഷനിൽ ഞാൻ പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ ഷാനവാസിനോട് ചോദിക്കുന്നു, അനീഷ് പറഞ്ഞത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? അപ്പോൾ ഷാനവാസും പറയുന്നുണ്ട്, ഞാൻ അവനെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ തമാശ രൂപത്തിൽ ചോദിക്കുന്നു, അനീഷ് പറയുന്നത് തന്നെ മാറ്റിയെടുത്തെന്ന്, താൻ പറയുന്നു അനീഷിനെ മാറ്റിയെടുത്തെന്ന്. അങ്ങനെയുള്ളൊരു ടോക്കിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അനീഷ് പറഞ്ഞത് പ്രകാരം ഷാനവാസിനെ അനീഷിനെ സേവ് ചെയ്യുന്നു. ബാക്കിയുള്ളത് 6 പേരാണ്. അവരിൽ അനുമോൾ, നെവിൻ, സാബുമാൻ എന്നിവരെ സേവ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് ബിന്നി, അക്ബർ, ലക്ഷ്മി എന്നിവരാണ്. അവരെ ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക് പ്രകാരം ആ ടാസ്കിനൊടുവിൽ അറിയാം ആരാണ് എവിക്റ്റ് ആയിട്ടുള്ളതെന്ന്. ഒരു റൗണ്ട് ബോക്സ് നിറയെ ബബിൾസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അറ്റത്തൊരു നൂലും, ആ നൂലിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അതിലെ ബബിൾസ് എല്ലാം പോകുമ്പം ആ കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും ഫോട്ടോയും സേവ് ആണോ എവിക്റ്റ് ആണോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്ന ആ ടൈമിൽ നൂല് പിടിച്ച് വലിക്കണം. അങ്ങനെ 3 പേരും ബിഗ് ബോസ് പറഞ്ഞ ആ സമയത്ത് നൂല് പിടിച്ച് വലിക്കുന്നുണ്ട്. അത് പ്രകാരം ബബിൾസ് താഴേക്ക് വീഴുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ഫോട്ടോ തെളിയുന്നുണ്ട്. അക്ബർ, ലക്ഷ്മി, ബിന്നി എന്നിവരുടെ ഫോട്ടോ തെളിയുന്നു. അവരിൽ ആരാണ് സേവ് ആയത് അല്ലെങ്കിൽ ആരാണ് എവിക്റ്റ് ആയത് എന്നുള്ളത് കാണിക്കുന്നില്ല. അപ്പോൾ എപ്പിസോഡ് കണ്ടിട്ട് അറിയാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.